Okay, so dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് കേരള റെനേസ എന്ന് പറയുന്ന ഒരു സോഷ്യൽ നവോത്ഥാന മൂവ്മെന്റ് ഉണ്ട്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളെങ്കിലും നിങ്ങൾ വളരെ കൃത്യമായിട്ട് വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്കിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ് തിങ് യു ക്യാൻ ഡു ആൻഡ് യു ക്യാൻ ഹാവ് എ ഗ്രേറ്റ് ലേണിംഗ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സിംപ്ലിഫൈഡ് വേർഷൻ എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാനും കാര്യങ്ങളും മനസ്സിലാക്കാനും ഒന്ന് ശ്രമിക്കുക. ഇപ്പോഴും പിള്ളേർ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഐ വോണ്ട് ബി അഡ്മിറ്റിംഗ് ദോസ് ആർ മേക്കിംഗ് ലേറ്റ് ജോയിനിങ്. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഓൾറെഡി നമ്മൾ ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കേരള റിനൈസൻസ് മൂവ്മെന്റിൽ ഒന്നാമതായിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലാസ്സസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കറസ്പോണ്ടിങ് കോഴ്സ് നോക്കി കഴിഞ്ഞാലും യൂട്യൂബിലെ 1 ലെക്ചർ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബിയോണ്ട് ദാറ്റ് നമ്മൾ ഈ ടോട്ടലി ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ 22 നവോത്ഥാന നായകന്മാരിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ കണക്കാക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ നല്ലൊരു പഠനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ സ്റ്റാർട്ടിങ് വിത്ത് സ്വാമി വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് 1836 അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇക്വാലിറ്റി അസോസിയേഷൻ, അതർവൈസ് കോൾഡ് ആസ് സമത്വ സമാജം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഞാൻ മുമ്പും പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ഒന്ന് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിരിക്കാം, 2 വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, തുടങ്ങിയുള്ള കാര്യങ്ങൾ. പ്ലസ് മൂന്നാമത് ഇവന്റ്. ഈ 3 കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടാബുലേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സുകളിലായിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പർ കോത്ത് റിവോൾട്ടിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു മാർമർക്കൽ സമരവുമായി ബന്ധപ്പെട്ടിട്ട്. 1813 മുതൽ 1859 വരേക്കും മാർമർക്കൽ സമരം ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്നുണ്ട് ട്രാവൻകൂറിന്റെ ഭാഗത്ത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കൂടിയാണ് വേജ് ഫോർ വർക്ക്. ജോലി ചെയ്തു കഴിഞ്ഞാൽ വേതനം നൽകണം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് അഗേൻസ്റ്റ് ദ ഫ്യൂഡൽ സെറ്റപ്പ്. സോ ആന്റി ഫ്യൂഡൽ സെറ്റപ്പിൽ നിന്നിട്ടുണ്ടായിരുന്ന ചില കോൺസെപ്റ്റുകളാണ് ഇത് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആൻഡ് വി കൻ സി ദ ഇന്റർ ഡൈനിങ് പ്രോഗ്രാം കോൾഡ് സമപാന്തി ഭോജനം. ഒരുപാട് ഇന്റർ ഡൈനിങ് പ്രോഗ്രാംസ് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്നാണ് എന്ത് സമപാന്തി ഭോജനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് അഖില തിരുട്ടുമാറിൽ നൂലും. അപ്പൊ ഇവിടെ വർക്ക് പറഞ്ഞു, ഓർഗനൈസേഷൻ പറഞ്ഞു, ഇവന്റിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ വാസ് ബേസിക്കലി വാട്ട് റെവല്യൂഷണറി നേച്ചറിൽ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ആ ടോപ്പിക് എടുത്ത സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. ഹീസ് നോൺ ആസ് ദ ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ പേരാണ് ശൈവ പ്രകാശ സഭ എന്നുള്ളത്. ശൈവ പ്രകാശ സഭ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ മനോന്മനിയും സുന്ദരപിള്ളയുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് ഉണ്ടാക്കുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർകാസ്റ്റ് ഇന്ത്യൻ പ്രോഗ്രാമിന്റെ പേരാണ് പാന്തിഭോജനം എന്നുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് വർക്കുകളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഫോർ എക്സാമ്പിൾ എന്റെ കാശി യാത്ര, ഇങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നാവും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആരത്തൊക്കെ ഉണ്ടാവും അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റും. കുര്യാക്കോസ് ഏലിയ ചാവറ അച്ഛൻ എന്ന് പറയുന്ന കേരളത്തിലെ ഫാദർ ഓഫ് ലിറ്ററസി ആണ്. ലിറ്ററസി മൂവ്മെന്റിന്റെ പിതാവാണ്. കാരണം പള്ളിക്കൂടത്തിന്റെ കൂടെ PDRE സിസ്റ്റം കൂടെ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. മാന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 2 ക്രിസ്തീയ സംഘടന ഓർഗനൈസേഷൻ സെറ്റപ്പുകളാണ്. ഒന്ന് CMI മറ്റൊന്ന് CMC. CMI എന്ന് പറഞ്ഞാൽ കാർമലിസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള അച്ചപ്പട്ടത്തിന് വേണ്ടിയുള്ള സജ്ജീകരണമാണ് ഉണ്ടായിരുന്നത്. അത് ഉണ്ടായിരുന്നത് ഇവിടെ മാന്നാനത്തും. അതേ സമയത്ത് കോൺഗ്രേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ ഉണ്ടായിരുന്നത് എറണാകുളത്താണ് ഉണ്ടായിരുന്നത് 1866 സമയത്ത് കേട്ടോ. ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ബേസിക്കലി അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അസോസിയേറ്റുള്ള വർക്കുകളും ഐഡന്റിഫൈ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. നൗ ചട്ടമ്പി സ്വാമികൾ 4ാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സർവ്വ വിദ്യാധിരാജൻ. അദ്ദേഹത്തിന്റെ വർക്കുകൾ തന്നെയാണ് അദ്ദേഹത്തെ ഒരു ഇന്റലക്ച്വൽ റിഫോമറാക്കി മാറ്റുന്നത്. സോ അദ്ദേഹത്തിനുള്ള ടൈറ്റിലാണ് പറയുന്നത് എന്ത് ഇന്റലക്ച്വൽ സോഷ്യൽ റിഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റലക്ച്വൽ സോഷ്യൽ റിഫോമർ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഇന്റലക്ച്വൽ എന്തൊക്കെ ചെയ്തു അത് അദ്ദേഹത്തിന്റെ വർക്കുകൾ തന്നെയാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ക്രിസ്തുമത നിരൂപണം, അദ്വൈത സിദ്ധ പദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം തുടങ്ങിയുള്ള വർക്കുകൾ. ഈ വർക്കുകൾ പഠിച്ചൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. ഈ വർക്കുകൾ വെച്ചിട്ട് മാത്രം നേടി ചോദിക്കാം കേട്ടോ. ഫൈൻ.
അപ്പൊ ഇത് നാലുമാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇഴവ ലീഡർഷിപ്പിനെ കുറിച്ചാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇദ്ദേഹം സംവാട്ട് റവല്യൂഷണറി ആയിരുന്നു. ആലപ്പുഴക്കാരനാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇഴവ യോദ്ധാവാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കായംകുളത്ത് അച്ചിപ്പുടവ സമരം നടക്കുന്നുണ്ട്. അതുപോലെ പന്തളത്ത് മൂക്കുത്തി ചന്തലകളി നടത്തുന്നുണ്ട്. അച്ചിപ്പുടവ എന്ന് പറയുന്നത് മുട്ടിന് താഴെ ധരിക്കാനുള്ള വസ്ത്രത്തെ കുറിച്ചാണ്. പന്തളത്ത് മൂക്കുത്തി ലഹളയും നടക്കുന്നുണ്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇദ്ദേഹം ഒരു ഇഴവനാണ്. അപ്പൊ ഇഴവനായിട്ടുണ്ടായിരുന്ന വ്യക്തിക്ക് അമ്പലം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം 1854 സമയത്ത് എടക്കാട് ജ്ഞാനേശ്വരൻ ടെമ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ കല്ലിശ്ശേരി കഥകളി യോഗം. കഥകളി എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റിന്റെ മാത്രം ഒരു പെർഫോമിംഗ് ഡാൻസ് ആയിരുന്നു. അപ്പൊ അതിനെ കോമൺ വൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തുണ്ട് കല്ലിശ്ശേരി കഥകളി യോഗം ആരംഭിക്കുന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാനിവിടെ ഏറ്റവും കോർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സിംപ്ലിഫൈഡ് ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ നാരായണ ഗുരു, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഏറ്റവും പ്രധാനമായിട്ട് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ മാൻ. അപ്പൊ ഇത് പറയുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? വൈകുണ്ഠ സ്വാമികൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, തൈക്കടയ എന്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വി ഹാവ് ഓൾറെഡി മേഡ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ്. 1888 അരുവിപ്പുറത്ത് കോൺസെൻട്രേഷൻ നടത്തി, പ്രതിഷ്ഠ നടത്തി. അതിനെയാണ് അരുവിപ്പുറം റവല്യൂഷൻ എന്നൊക്കെ വിളിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട ആൾക്കാർക്ക് ദൈവത്തെ അല്ലെങ്കിൽ അമ്പലത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതിനുശേഷം അവിടെ അരുവിപ്പുറത്ത് ക്ഷേത്രയോഗം നടക്കുന്നുണ്ട്. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം നടക്കുന്നുണ്ട്. അവിടെയാണ് വാവൂട്ട് യോഗം എന്ന് പറയുന്ന മറ്റൊരു ഇന്റർകാസ്റ്റ് ഡൈനിങ് ഒക്കെ നടക്കുന്നത് അവിടെയായിരുന്നു. ഇന്റർകാസ്റ്റ് ഡൈനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. 1903 ഈ വാവൂട്ട് യോഗമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് എന്താകുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്ന SNDP ആയിട്ട് മാറുന്നത്. SNDPയുടെ എക്കാലത്തെയും പ്രസിഡന്റ് അത് ശ്രീ നാരായണ ഗുരുവാണ്. അതേസമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? അത് ഡോക്ടർ പൽപു ആയിരുന്നു. ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു? അത് കുമാരനാശാനായിരുന്നു. അതേപോലെ ഇവരുടെ വിവേകോദയ എന്ന് പറയുന്ന ഒരു പത്രം മുഖപത്രമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. 1913 ദർ ഫോംഡ് അനന്തർ ആശ്രമം കോൾഡ് ആസ് അദ്വൈത ആശ്രമം, ആലുവ കേന്ദ്രീകരിച്ചിട്ട്. അവിടെ ഉണ്ട് സർവ മതസ്ഥരും സഹോദരനെ വാഴുന്ന സ്ഥാനമാണിത് എന്ന രീതിയിൽ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന രൂപത്തിലുള്ള ചില മോട്ടൊക്കെ അദ്വൈതാശ്രമത്തിൽ എഴുതുന്നുണ്ട്. ഈ അദ്വൈതാശ്രമത്തിന് കീഴിലായിട്ടാണ് 1924 സർവ്വമത സമ്മേളനമൊക്കെ നടക്കുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകളുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാവും. അദ്വൈത ദീപിക, അനുകമ്പ ദശകം, ജാതി ലക്ഷണം, ജാതി നിർണയം, ദർശനമല, ജനനി, നവമഞ്ജരി. ഇത് ലാസ്റ്റത്തത് സാൻസ്ക്രിറ്റ് ആണ്. അതേസമയത്ത് ബാക്കിയുള്ളതൊക്കെ മലയാളമാണ്. അങ്ങനെ ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നതും നന്നാകും. ഓക്കെ, സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തെ മലബാറുകാരനാണ്, പാലക്കാടുകാരനാണ്. കാരാട്ട് ഗോവിന്ദമേനോൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ ഒറിജിനൽ നെയിം ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നാവും കേട്ടോ. PSC എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ PSC ഹാസ് സം കൈൻഡ് ഓഫ് ട്രെൻഡ് ആസ്കിങ് ദർ ഒറിജിനൽ നെയിം. അതിൽ ഏറ്റവും പ്രൊമനന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അറിഞ്ഞിരുന്നാൽ മതി. വി ഹാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ പേരാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആശയമാണ് ആനന്ദമതവും അതുപോലെ ആനന്ദ മഹാസഭയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോ ഈ ആനന്ദമതവും ആനന്ദ മഹാസഭയും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ബ്ലിസ് എന്ന് പറയുന്ന ഒരു സംഗതിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ബ്ലിസ് വേണം. അങ്ങനെ പതിയെ അദ്ദേഹം ഒരു എത്തിസ്റ്റിക് വേർഷനിലോട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ഫൗണ്ട് ആയിട്ടുള്ളതാണ് ആനന്ദമതവും ആനന്ദ മഹാസഭയും 1918. ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിന്റെ ടൈറ്റിലുകളായിട്ടുള്ള മോക്ഷപ്രദീപവും ആനന്ദസൂത്രവും രണ്ട് പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഈ മോക്ഷപ്രദീപം എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹം ഇങ്ങനത്തെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത് ചട്ടമ്പി സ്വാമികളുടെ അവസാനം മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറഞ്ഞിട്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതുന്നത് എന്നുള്ള കാര്യം കൂടി ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ആനന്ദസൂത്രം. ഇതിന്റെ വർക്കുകൾ തിരിച്ചറിയാൻ കുറെ ഒക്കെ എളുപ്പമാണ്. ബേസിക്കലി എന്ത് ചെയ്താൽ മതി, ആനന്ദം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സിദ്ധാനുഭൂതി കൊണ്ട് ആനന്ദത്തിന്റെ എലമെന്റ് ഉണ്ട്. മറ്റു വർക്കുകളാണ് ശിവയോഗ രഹസ്യം, ശ്രീ വിദ്യാഭൂഷണി, മോക്ഷപ്രദീപം എന്നുള്ളത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ പഠിച്ചു വെക്കണം. കാരണം ഇവരുടെയൊക്കെ വർക്കുകളാണ് ഇവരുടെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന വ്യക്തി. അടുത്താണ് സ്വാമി വാഗ്ഭടാനന്ദ. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനാണ് ആക്ച്വലി ആര്, സ്വാമി വാഗ്ഭടാനന്ദ. ഇദ്ദേഹം കണ്ണൂരുകാരനാണ്. ഇദ്ദേഹത്തെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിളിക്കും. കണ്ടോ, അപ്പൊ ഇങ്ങനൊരു ടൈറ്റിൽ വന്നു. അപ്പൊ ഇങ്ങനൊരു ടൈറ്റിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ വെച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പൊ ടൈറ്റിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടൈറ്റിൽ. അപ്പൊ ഒറിജിനൽ നെയിം നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ്, ഒറിജിനൽ നെയിം, ടൈറ്റില്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വർക്കുകള്, ഓർഗനൈസേഷൻ, ഇവന്റ്. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് നൽകുകയാണെങ്കിൽ ഗായ്സ് അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ബേസിക് നേച്ചർ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ഒന്ന് തത്വപ്രകാശിക എന്ന് പറയുന്ന ഒരു സ്കൂള് കോഴിക്കോട് വരുന്നുണ്ട്, സാൻസ്ക്രിറ്റ് സ്കൂള്. അതുപോലെ 1920 സമയത്ത് ആത്മവിദ്യ സംഘം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഒരു ഇന്റലക്ച്വൽ അസോസിയേഷൻ അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം എന്നൊക്കെ പറയുന്നത്. എന്താ ഫൈൻ. ആത്മവിദ്യ സംഘം ഇവിടെ 917 ഉണ്ട്. 920 അതിന്റെ ജസ്റ്റ് ഒരു മോഡിഫൈഡ് വെർഷൻ, അതുകൊണ്ടാണ് 920 പറഞ്ഞത്. യു കെൻ സ്റ്റഡി 917 പഠിച്ചു വെച്ചാൽ മതി. ഒറിജിനലി 920 കുറച്ച് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1927 അദ്ദേഹം പ്രീതി ഭോജനം ആരംഭിക്കുന്നുണ്ട് കോഴിക്കോട്. ഇതും മറ്റൊരു ഇന്റർകാസ്റ്റ് ഡൈനിങ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ സമപാന്തി ഭോജനം, പാന്തി ഭോജനം, വാവൂട്ട് യോഗത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇന്റർകാസ്റ്റ് ഡൈനിങ്, അതിന് പുറമെ പഠിക്കുന്നതാണ് എന്ത്, പ്രീതി ഭോജനം എന്നുള്ളത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തുടക്കക്കാരൻ ഇദ്ദേഹമാണ്. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്. സോ ബേസിക്കലി പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോർ പോയിന്റ്സ് എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്താണ് സി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടുന്നത് മിതവാദി എന്ന് പറയുന്ന പത്രത്തിന്റെ പേരില. അതുകൊണ്ട് തന്നെ മിതവാദി കൃഷ്ണൻ എന്ന പേരിലും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. 1913 മുതൽ 1938 വരെയുള്ള സമയത്താണ് ഈ പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് അദ്ദേഹം ജീവിക്കുന്നത്. ഓക്കെ, എന്നാൽ മിതവാദി പത്രത്തിന്റെ ഫൗണ്ടർ ആരാണ്? എനിബഡി? We can have this chat. ഓക്കെ, മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. ഈ മൂർക്കോത്ത് കുമാരൻ തലശ്ശേരിയിലാണ് ഈ പത്രം കൊണ്ടുവരുന്നത്. പിന്നീട് അതിനെ കോഴിക്കോടോട്ട് മാറ്റുന്ന ആളാണ് ആര്, മിതവാദി കൃഷ്ണൻ. പിന്നീട് അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വവും വക്താവും ഒക്കെ. ഒന്ന് അത് അറിഞ്ഞിരിക്കുക. പാവങ്ങളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദ ബൈബിൾ ഓഫ് ഒപ്രസ്ഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു പത്രമായിരുന്നു മിതവാദി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല എന്ന് പറയുന്ന ലോവർ ക്ലാസ്സിന് പഠിക്കാൻ വേണ്ടിയുള്ള സംസ്കൃത സ്കൂൾ. സിഗ്നിഫിക്കന്റ് ഇവന്റില് അറിഞ്ഞിരിക്കേണ്ടത് 1917 കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ബൈ ചലഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറുടെ ഓർഡർ എല്ലാം ചലഞ്ച് ചെയ്തുകൊണ്ട്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. തളി ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു വലിയൊരു മാർച്ച് നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്. പിന്നീട് 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? ഫിസിക്കൽ പാർട്ടിസിപ്പേഷനേക്കാൾ കൂടുതൽ തന്റെ പത്രത്തിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ കൃഷ്ണനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. കൃഷ്ണൻ അവസാന സമയത്ത് ബുദ്ധിസത്തിലോട്ടൊക്കെ കൺവേർട്ട് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഈ വർഷങ്ങളും ഇവന്റുകളും ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നുള്ള. ഇതിൽ നിങ്ങൾ ഒരിക്കലും എക്സ്ക്യൂസ് കാണിച്ചു കൊടുക്കരുത്. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ് ഇത്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. 1893 വില്ലുവണ്ടി സമരം നടത്തുന്നത് വെങ്ങാനൂര്. തന്റെ നാടായിട്ടുള്ള ട്രിവാൻഡ്രത്തെ വെങ്ങാനൂരില് അപ്പർ കാസ്റ്റിനെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് വസ്ത്രധാരണ ചലഞ്ച് ചെയ്തു. അപ്പർ കാസ്റ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കാളവണ്ടിയിൽ സഞ്ചരിച്ചു. അപ്പർ കാസ്റ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതും റോഡിലൂടെ സഞ്ചരിച്ചു.
ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡ്രസ് കോഡ് അതുപോലെ വലിയ ചലഞ്ചായിട്ട് വില്ലുവണ്ടി യാത്ര കാണേണ്ടി പറ്റും വെങ്ങാനൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരേക്ക്. അത് പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കന്റ് ഇവന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്കിന്നിപ്പോ പല വാഹനങ്ങൾ ഉണ്ടായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും എന്നതുപോലെ. 1909 അതിനിടക്ക് ആദ്യം 1907 സമയത്ത് അദ്ദേഹത്തിന്റെ സാധു ജനപരിപാലന സംഘം ഫോം ചെയ്യുന്നുണ്ട്. 1909 സമയത്താണ് വെങ്ങാനൂരിലെ കർഷക സമരം നടക്കുന്നത്, വെങ്ങാനൂർ പെസന്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. വെങ്ങാനൂരിലെ കർഷക സമരത്തിലാണ് കർഷകരുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും പറയുന്നത്. ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ കൃഷി ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ടല്ലോ. അതൊക്കെ കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സ്ട്രൈക്ക് ആണ്. ഫസ്റ്റ് ഓർഗനൈസ്ഡ് അഗ്രി സ്ട്രൈക്ക് ഇൻ കേരള എന്ന് പറയാൻ പറ്റുന്നതാണ് വെങ്ങാനൂരിലെ കർഷക സമരം. ആ രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നീട് 1912 നെടുമങ്ങാട്, ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടില് മാർക്കറ്റിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു അടിയോടടി നടക്കുന്നുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാ? ബേസിക്കലി ദേ ബിലോങ്സ് ടു ദ പുലയ കമ്മ്യൂണിറ്റി അല്ലെ. പുലയന്മാരുടെ ജോലി എന്താ? അവര് കൃഷിയിൽ പാടത്ത് പണിയെടുക്കുന്ന പെസൻസ് ആണ്. അപ്പൊ അവര് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ എത്തുമ്പോൾ മാർക്കറ്റിലോട്ട് കയറാൻ ഇവർക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ആക്സസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നടക്കുന്നുണ്ട്. നെടുമങ്ങാട് ചന്തലാള. ഓക്കെ. 1915 കല്ലുമാല സമരം നടത്തുന്നുണ്ട് എഗൻസ്റ്റ് ഡ്രസ് കോഡ്. ഡ്രസ് കോഡിനെതിരെ ഒരു സമരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. കല്ലുമാല സമരം. 1915 ഊരുട്ടമരം സമരം നടക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പുലയ വിഭാഗത്തിൽപ്പെട്ടുള്ള ദളിത് കുട്ടികളായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൂളില് പഠിക്കാൻ വേണ്ടി പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ചപ്പോ അപ്പർ കാസ്റ്റ് അത് പറ്റില്ല പറഞ്ഞിട്ട് സ്കൂള് കത്തിക്കുന്നുണ്ട്. അതിനെതിരെ സമരം ചെയ്യാണ്. ഞങ്ങളുടെ മക്കൾക്കുള്ള അവകാശത്തെ നിങ്ങൾ എന്തിനു ചലഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് ഊരുണ്ടപ്പലം സമരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ 90-ാം ആണ്ട് സമരം എന്ന് പറയുന്ന ഒരു സമരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും ഇത് ഓർഡറിൽ പഠിച്ചു വെക്കണം. 1893, 1907, 1909, 12, 15, 15 ഈ ഇവന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് തന്നെയാണ് അയ്യങ്കാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. അയ്യങ്കാളി പിന്നെ ഗാന്ധി വിസിറ്റ് ചെയ്യുന്നുണ്ട് 1937 സമയത്ത്. വെങ്ങാനൂരിൽ വെച്ചിട്ട് ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഗാന്ധിയെ മഹാരാജ, പുലയരാജ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഗാന്ധി. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക. ബട്ട് ദിസ് മച്ച് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോ 10 ആൾക്കാരെ ഇപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞാൻ പോയിന്റുകൾ മാത്രം പറയുന്ന ഒന്നായതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ആഫ്റ്റർ സെഷൻ ഈ നോട്ട്, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നോട്ട് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരും. അല്ലാത്ത നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആക്കുകയും ചെയ്യും കേട്ടോ. ഇനി 11ാമത്തെ പേഴ്സൺ ആണ് പണ്ഡിത് കറുപ്പൻ എന്ന് പറയുന്ന വ്യക്തി. പണ്ഡിത് കറുപ്പന്റെ യഥാർത്ഥ പേര് ശങ്കർ എന്നും കണ്ടത്തിൽ പപ്പു എന്നുള്ള രീതിയിലേക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പപ്പു ശങ്കർ എന്നുള്ള പേരിൽ നിന്നാണ് പണ്ഡിത് കറുപ്പനായിട്ട് മാറുന്നത്. കറുപ്പൻ തമിഴ് വാക്കാണ്, മീനിങ് ലേൺഡ് പേഴ്സൺ. പഠിച്ചിട്ടുള്ള പണ്ഡിതൻ എന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. തമിഴ് ഗോസായി, തമിഴ് ഒരു എന്താണ് വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു നിങ്ങളുടെ മകൻ വളരെ കഴിവുള്ള ആളായി മാറും എന്നുള്ളത്. പക്ഷേ അതിപ്പോ എനിക്കറിയാം എന്റെ മകൻ വലിയ കഴിവുള്ളാകും എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ന് ആദ്യം ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ധീവര കമ്മ്യൂണിറ്റിയിലാണ്. ധീവര കമ്മ്യൂണിറ്റി മീനിങ് ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാ. മുക്കന്മാർക്ക് അന്ന് എന്ത് അവകാശമാണുള്ളത്? ഇസ് കൈൻഡ് ഓഫ് ദളിതർ തന്നെയാണ് അവര്. ഓക്കെ, ദളിതർ തന്നെയാണ് അവര് എന്നുള്ള കാര്യം ഒന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കുക. ആൻഡ് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത് എന്ത് ചെയ്തു, ഈ ബിക്കെയിം എ ഗ്രേറ്റ് സ്കോളർ. അത് വെറും സ്കോളർ അല്ല, സംസ്കൃതത്തിലെ വലിയ സ്കോളറായി മാറി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ആൻഡ് ഒപ്രസർ ക്ലാസ്സസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തെ ലിങ്കൺ ഓഫ് കേരള എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒറ്റക്ക് കൂട്ടിയ കൂടുമായിരുന്നില്ല. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള വ്യാസം എന്ന് അറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹമാണ് ആദ്യം എഡ്യൂക്കേഷനിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൊച്ചിയിലെ രാജാവുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ചില വർക്കുകൾ, ഒന്ന് ലങ്കാ മർദ്ദനം, 12ാമത്തെ വയസ്സിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. പിന്നീട് ജാതിക്കും എഴുതുന്നുണ്ട്. തന്റെ സൊസൈറ്റിയിൽ നേരിട്ടിരുന്ന ജാതിയെ കുറിച്ച് പറയുന്ന, അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു വർക്കായിട്ട് ജാതിക്കുമ്മി കാണാൻ വേണ്ടി പറ്റും. അപ്പൊ വർക്കുകൾ പഠിച്ചു വെക്കുക, നോ എക്സ്ക്യൂസ്. ഓർഗനൈസേഷൻ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ കൊച്ചി പുലയ മഹാസഭ ഉണ്ടാക്കുന്നുണ്ട് 1913. കൊച്ചി
പുലയ മഹാസഭ 1913 ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ പുലയരാണ് ഇവർക്ക് ബേസിക്കലി ധീവര കമ്മ്യൂണിറ്റി പെട്ടു എന്ന് മാത്രം. കായൽ സമ്മേളനം നടക്കുന്നുണ്ട് 1913. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ കാലഘട്ടത്തില് മുക്കുവരായിട്ടുള്ള വ്യക്തികൾക്കോ ലോവർ കാസ്റ്റിനോ കരയിലൊന്നും യോഗം നടത്താൻ പറ്റുമായിരുന്നില്ല. അപ്പൊ അവര് കായലിൽ വെച്ച് നടത്തുന്ന സമ്മേളനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1925 അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് മെമ്പറായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അങ്ങനെ കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായിട്ട് വരുന്ന ഇദ്ദേഹം തന്റെ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മീനിങ് തന്റെ കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷൻ റൈറ്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആചാരഭൂഷണം, ഉദ്യാന വിരുന്ന് തുടങ്ങിയുള്ള മറ്റു വർക്കുകൾ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഒരുപാട് വർക്കുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 5 പഠിച്ചു വെച്ചാൽ മതി. കാരണം എല്ലാം കൂടി ഒരുപക്ഷെ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 4 5 പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ ഉദ്യാന വിരുന്ന് പറയുന്നത് മദ്രാസിലെ ഗവർണറുടെ പ്രതിനിധി വന്ന സമയത്ത് പണ്ഡിത് കറുപ്പനെ മാത്രം രാജാവ് ക്ഷണിച്ചില്ല. അപ്പൊ അതില് ചെറിയ രീതിയിൽ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് എന്ത് ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വർക്കുകൾ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ ഈ ഓർഗനൈസേഷൻ ഇവന്റും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. പണ്ഡിത് കറുപ്പന് ശേഷം പഠിക്കുന്ന സഹോദരൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വ്യക്തിത്വമാണ്. പണ്ഡിത് കറുപ്പൻ കൊച്ചിയിൽ നിന്നാണ്. സഹോദരൻ അയ്യപ്പനും കൊച്ചിയിൽ നിന്നുള്ള വ്യക്തിയാണ്. കൊച്ചിയിലെ ചേറായി റീജിയനിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ആയിരത്തി 1917 ഇദ്ദേഹത്തിന്റെ അസോസിയേഷന്റെ പേരാണ് സഹോദര സംഘം എന്ന് പറയുന്ന ബ്രദർഹുഡ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ കീഴില് ലോവർ കാസ്റ്റിന് വേണ്ടി ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഉയർന്ന ജാതിക്കാരനാണ്. അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്നൊക്കെ പേരിൽ വിശേഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇന്റർകാസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പേരാണ് മിശ്ര ഭോജനം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സമപാന്തി ഭോജനം, പാന്തി ഭോജനം, ബഹുബൂട്ട് യോഗത്തിൽ നടന്നത്, പ്രീതി ഭോജനം, മിശ്ര ഭോജനം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പർ കാസ്റ്റും ഔട്ട് കാസ്റ്റ് പീപ്പിൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ചേറായിൽ വെച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷന്റെ പേരാണ് വിദ്യ പോഷിണി സഭ എന്ന് പറയുന്നത്. റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ അസോസിയേഷനാണ്. കുറച്ച് സ്കോളേഴ്സ് കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വിദ്യാപോഷിണി സഭ. അയ്യപ്പൻ ബേസിക്കലി എത്തിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാഗസിൻ യുക്തിവാദി നമുക്ക് 1928 പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് കാണാനും സാധിക്കും. യുക്തിവാദി എന്നുള്ളത് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ഇവർ രണ്ടുപേരും കൊച്ചിക്കാരാണ്, പണ്ഡിത് കറുപ്പനും സഹോദരൻ അയ്യപ്പനും. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിംസിൽ നമ്മൾ ബേസിക്കലി പഠിക്കേണ്ട, റിഫോർമേഷൻ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് മുസ്ലിം റിനേസ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹം ട്രാവൻകൂർ റീജിയൻകാരനാണ്. അദ്ദേഹത്തിന്റെ പത്രമാണ് സ്വദേശാഭിമാനി. 1905 തുടങ്ങി. ഇതിന്റെ രണ്ടാമത്തെ എഡിറ്ററാണ് നമ്മൾ പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ. 1906 അദ്ദേഹം ഒരു മുസ്ലിം ജേണൽ എന്ന് പറയുന്ന ജേണൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് അദ്ദേഹം മെയിൻലി റിഫോർമേഷൻസ് അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ പേരാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം, കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർഗനൈസേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ ട്രാവൻകൂർ മുസ്ലിം മഹാജൻ സഭ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ കൊണ്ടുവരുന്നുണ്ട് 1931. കൂട്ടത്തിൽ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. ഇദ്ദേഹത്തിന് കാഫിർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ സലഫി ആശയങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സുന്നി സ്കോളേഴ്സ് ഇദ്ദേഹത്തെ മുസ്ലിം അല്ല എന്ന് ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാഫിർ എന്ന് പറയുന്ന ഒരു പേര് വരുന്നത്. ചിലപ്പം അങ്ങനെ ആ ഒരു ടേം വെച്ചിട്ടും എന്ന പേരിൽ അറിയപ്പെടുന്ന റിഫോർമേറ്റീവ് ലീഡർ ആരാണെന്നുള്ളത് ചിലപ്പം ചോദിച്ചേക്കാം. മറ്റൊരു പോയിന്റ്, ദീപിക എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു മലയാളം മാസിക ഉണ്ട്. അതിലൂടെയാണ് ആദ്യമായിട്ട് ഖുർആൻ മലയാളത്തിലോട്ട് എഴുതപ്പെടുന്നത്, മലയാളത്തിലോട്ട് ട്രാൻസ്ലേഷൻ വരുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വക്ക അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടി ഭട്ടതിരിപ്പാട് ബ്രാഹ്മൺ റിഫോർമേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ഈ ബ്രാഹ്മൺ റിഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് യോഗക്ഷേമ സഭ, രണ്ട് നമ്പൂതിരി യുവജന സംഘം. യോഗക്ഷേമ സഭയുടെ പിൽക്കാലഘട്ടത്തിൽ മെയിൻ ലീഡറായിട്ട് വരികയും എന്നാൽ നമ്പൂതിരി യുവജന സംഘത്തിന്റെ ഫൗണ്ടർ കൂടിയാണ് ആര്? വീട്ടി ഭട്ടതിരിപ്പാട്. അപ്പൊ യോഗക്ഷേമ സഭയാണ് ആദ്യം ഉണ്ടായിരുന്നത് 1908 ആലുവയുടെ സമയത്ത് എന്ന് അറിഞ്ഞിരിക്കാം. അതിലൂടെ നമ്പൂതിരിമാർക്കിടയിൽ എന്ത് ചെയ്യാം, മോഡേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതേസമയത്ത് നമ്പൂതിരി യുവജന സംഘം 1919 വന്നപ്പോൾ യുവാക്കളായിട്ടുള്ള നമ്പൂതിരിമാർക്കിടയിൽ ഡിസിപ്ലിനും ലേണിംഗ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ആശയമാണ് വീട്ടി ഭട്ടതിരിപ്പാട് കൊണ്ടുവന്നിട്ടുണ്ടായത്. ഇത് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ എത്തിസ്റ്റിക് അല്ല, മറിച്ച് എന്താണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആവുക, മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വീട്ടിയുടെ ഫേമസ് ആയിട്ട് നിങ്ങൾക്കറിയാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിട്ടുള്ള ഉണ്ണി നമ്പൂതിരി, അതിലാണ് 1921 സമയത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ നാടകം എഴുതുന്നത്. പിന്നീട് തൃശ്ശൂരിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഈ നാടകം 1929 സമയത്താണ് കളിക്കുന്നതും എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക, നാടകം. ആൻഡ് ഇദ്ദേഹത്തിന്റെ മറ്റു ചില കോൺട്രിബ്യൂഷൻസ് ബ്രാഹ്മിൺ സൊസൈറ്റിയിൽ വിഡോ റീമാരേജിന് എൻകറേജ് ചെയ്തെന്നുള്ള കാര്യമാണ്. വിഡോ റീമാരേജിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. 1937 ആദ്യത്തെ വിഡോ റീമാരേജ് കണ്ടക്ട് ചെയ്യുന്നത്. 1931 ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നും ചന്ദ്രഗിരി റിവർ, അതായത് കാസർഗോട്ടേക്ക് വരെ ഇദ്ദേഹം ഒരു മാർച്ച് നടത്തുന്നുണ്ട്. ഒരു ബെഗിങ് മാർച്ച് എന്ന് അതിനെ വിളിക്കുക, അല്ലെങ്കിൽ യാചന യാത്ര. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവിന് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇദ്ദേഹത്തിന്റെ തറവാട്ടിൽ നിന്ന് പത്തായപ്പുരയിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയാൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടായെന്ന് പറഞ്ഞിരിക്കാം. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇദ്ദേഹം ട്രിവാൻഡ്രം മുതൽ, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ, കാഞ്ഞങ്ങാട് ടു ചെമ്പേതി വരെ ഇദ്ദേഹം ഇന്റർ കാസ്റ്റ് മാരേജ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാർച്ചും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സോ ഗായ്സ്, വീട്ടി ഭട്ടതിരിപ്പാട് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റുകൾക്കും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ പെട്ടെന്ന്. ഞാൻ പറഞ്ഞു ഏറ്റവും കോർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അല്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ല. കണ്ണീരും കിനാവും വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ഓട്ടോഗ്രാഫിയാണ്, ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. കണ്ണീരും കിനാവും. അടുത്തതാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് NSSന്റെ ഫൗണ്ടിങ് ലീഡർ ആണ്. 1914 ഒക്ടോബർ 31 സമയത്താണ് NSS ഉണ്ടാകുന്നത്. NSS എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് പരമപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനു മുമ്പ് നായർ ഭൃത്യ സമാജ് സംതിങ് എന്തോ ഉണ്ടായിരുന്നത്. NSS എന്നുള്ള പേര് വരുന്ന 1915 മുതലാണ്. പരമപിള്ളയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ക്യാപിറ്റല്, മീൻസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പനും ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു മന്നത്ത്. ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു മന്നത്ത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവരുടെ മുഖപത്രമാണ് 1920 വന്നിട്ടുണ്ടായിരുന്ന സർവീസ് എന്ന് പറയുന്നത്. ഇതിന്റെ കീഴിൽ വന്നിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരായിരുന്നു NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത്.
ഈ NSS ഫോം ചെയ്തതിനു ശേഷമാണ് ഫസ്റ്റ് ഓൾ കേരള നായർ കോൺഗ്രസ് വരുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായർ യൂത്തുമാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ അവകാശങ്ങൾ സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ ഇതിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ മാട്രിലിയൽ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്, മരുമക്കത്തായത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. പിന്നീട് 1924 നിങ്ങൾക്കറിയാം വൈക്കം സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് സവർണജാഥ സംഘടിപ്പിക്കുന്നുണ്ട് ഫ്രം വൈക്കം ടു ട്രിവാൻഡ്രം എന്നുള്ളത്. ദെൻ 1947 മുതുകുളം സ്പീച്ച് വരുന്നുണ്ട്. 1947 മുതുകുളം സ്പീച്ച് ടെമ്പിൾ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്, ടെമ്പിൾ ലാൻഡ്സ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇദ്ദേഹം. അപ്പൊ മുതുകുളം സ്പീച്ച് എന്തുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. അങ്ങനെ 1959 he received the title ഭാരത കേസരി ഫ്രം പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരത കേസരി എന്ന് പറയുന്ന ടൈറ്റിൽ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എന്റെ ജീവിത സ്മരണകൾ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊന്നും പഠിച്ചിരിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ്. ജസ്റ്റ് റീഡ് ഇറ്റ്. പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ വളരെ സിമ്പിൾ ആണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് പൊയ്കൽ യോഹന്നാൻ. ദളിത് വിഭാഗത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് പൊയ്കൽ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹം പറയ കമ്മിറ്റി പെട്ടുള്ള വ്യക്തിയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുൻഗാമികൾ ക്രിസ്ത്യാനിറ്റിയോട് കൺവേർട്ട് ചെയ്യപ്പെട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ 1909 ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റി വിട്ടു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ അവര് പറയ കമ്മ്യൂണിറ്റി പോലുള്ള ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഈവൻ ആഫ്റ്റർ കൺവേർട്ടിങ് ടു ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻസ് അവരെന്ത് ചെയ്ത് കണ്ടു, ക്രിസ്ത്യൻസ് അവരെ ഈഴവ ക്രിസ്ത്യൻസ് എന്ന രൂപത്തിൽ, ദളിത് ക്രിസ്ത്യൻസ് എന്ന രൂപത്തിലോട്ട് കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റി അദ്ദേഹം വിട്ടു. കാരണം എന്താ, അവിടുന്ന് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴും ഇങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് വിട്ടു. എന്നിട്ട് അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള അസോസിയേഷന്റെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരവിപേരൂർ തന്നെയാണ്. 1909 ഇത് ഉണ്ടാക്കുന്നത്. ഇതില് ക്രിസ്ത്യൻ, നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ദളിതർക്ക്, അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഈസ് എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ ദളിറ്റ്സ്. ദളിതർക്ക് വേണ്ടി അങ്ങനെ കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ഒന്നാണ് സാധുജന പരിപാലന സംഘം ബൈ അയ്യങ്കാളി. എന്നതുപോലെ മറ്റൊന്നാണ് എന്ത്, ഈ PRDS എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അതിനുശേഷം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് പൊയ്കൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ എന്ന പേരിലാണ്. അപ്പൊ ഈ പേരൂടെ ഓൾട്ടർനേറ്റീവ് നെയിം കൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നാവും. മറ്റേത് നിങ്ങൾ പരീക്ഷക്ക് പൊയ്കൽ യോഹന്നാൻ അല്ലെങ്കിൽ ഈ കുമാര ഗുരുദേവൻ എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് കൺഫ്യൂസിങ് ആവരുത്. പിന്നീട് അദ്ദേഹം ദളിത് അഡ്വൈസറി ഗ്രൂപ്പായിട്ടുള്ള സാധുജന പരിപാലന സംഘത്തിലും ജോയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഒബ്ജക്റ്റീവ് ഒന്നായത് കൊണ്ട് തന്നെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ സാധുജന പരിപാലന സംഘത്തിന്റെ ദളിത് അഡ്വൈസറി ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ആര്, പൊയ്കൽ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിത്വം. പിന്നെ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തെരഞ്ഞെടുക്കുന്നുണ്ടുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സിലബസ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളാണ്. അതിൽ ഒന്നാണ് പലങ്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഫാദർ ഏലിയാസ് ചവറ അച്ഛന് മുന്നേ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആര്, പലങ്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ ആയിരുന്നു. അതായത് ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. 1996 മുതൽ 45 വരെയുള്ള സമയത്ത് മലങ്കര ക്രിസ്ത്യൻസ്, എസ്പെഷ്യലി പത്തനംതിട്ട ജില്ലയുടെ ഭാഗത്തുണ്ടായിരുന്ന മലങ്കര ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് മലങ്കര ചർച്ചിലെ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് റിഫോർമേഷന്റെ വ്യക്തിത്വമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. 1937 അദ്ദേഹമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ എന്ത് ചെയ്യാം, കുർബാന ചെല്ലാം എന്ന് പറയുന്ന രൂപത്തിലോട്ടുള്ള സമ്പ്രദായം നടപ്പിലാക്കുന്നത്. പിന്നെ അതേ സമയത്ത് മലങ്കര സിറിയൻ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന സൂപ്പർസ്റ്റിഷ്യൻസിനെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ടക്കാരനാണ്. ഇങ്ങനത്തെ മാർട്ടിൻ ലൂതർ, മലങ്കര ചർച്ചിലെ മാർട്ടിൻ ലൂതർ, ഇങ്ങനെ കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക. കാരണം ഇതെല്ലാം PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്.
അല്ലാണ്ട് നമ്മൾ എന്തായിരുന്നു മലങ്കര ക്രിസ്ത്യൻസിൽ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് CV കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ അടിയോടി, ചിലപ്പോൾ നിങ്ങളെ പേര് കേട്ടിട്ടുണ്ടാവും. ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഫോളോവർ ആയിരുന്നു. കേരള കൗമുദി പത്രത്തിന്റെ ഫൗണ്ടറാണ്, സോഷ്യൽ റിഫോമറാണ്, ജേർണലിസ്റ്റ് ആണ്, ലീഡറാണ്, പൊളിറ്റീഷ്യൻ ആണ്. ഇങ്ങനത്തെ ഒരുപാട് കഴിവുണ്ടായിരുന്ന വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹം കൊല്ലം ജില്ലയില് മയ്യനാട് എന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളമണൽ എന്ന് പറയുന്ന റീജിയനിൽ ലോവർ കാസ്റ്റിന് വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ കൊല്ലംകാരനാണെന്നുള്ള ബേസിക് ഇൻഫർമേഷൻ എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് 1928 1931 തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കുഞ്ഞിരാമൻ അടിയോടി എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് നമ്മുടെ സിവിൽ ഡിസോർഡേഴ്സ് മൂവ്മെന്റ് സമയത്ത് ലാത്തി ചാർജ് കൊണ്ട് അടി കൊണ്ട് മരിക്കുകയും ചെയ്തു. ഫൈൻ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മറ്റു രണ്ട് പ്രധാനപ്പെട്ട മലബാറിൽ നിന്നുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഒന്ന് കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തി. നമ്മളുടെ ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ പറയുന്ന സമയത്ത് എടുത്തു പറയുന്ന ഒരു പേരാണ് കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അതുപോലെ TR കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിത്വം. അപ്പൊ ഇവർ രണ്ടുപേരും കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1896 ജനുവരി 1 ജനിച്ചു, 1986 വരേക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 20-ാം നൂറ്റാണ്ടിന്റെ നല്ലൊരു ശതമാനം ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത്രയും കാര്യങ്ങൾ മതി. 1920 കോഴിക്കോട് വെച്ചിട്ടാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്, കൂരൂർ വെച്ചിട്ട്, നാട്ടിൽ വെച്ചിട്ട്. ഓക്കെ, ബാലഗംഗാധര തിലകുമായിട്ട് ഏതാനും ചില റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1920 എന്ത് ചെയ്യുന്നത്, ലോകമാന്യൻ എന്ന് പറയുന്ന ഒരു പത്രം ഇവർ ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോ ഇൻഫർമേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർ ആണെന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഗാന്ധിയുമായിട്ട് മീറ്റിംഗ് ഉണ്ട്, ബാലഗംഗാധര തിലകുണ്ട്. ബാലഗംഗാധര തിലകുമായിട്ട് മീറ്റ് ചെയ്തതിനു ശേഷമാണ് ലോകമാന്യ ബാലഗംഗാധര തിലക് എന്നല്ല പറയാ, ആ പത്രം കൊണ്ടുവരുന്നത്. അതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് പൂവത്തിങ്കൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പൊ പൂവത്തിങ്കൽ സെബാസ്റ്റ്യനും കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുമാണ് 1920 തൃശ്ശൂരിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ലോകമാന്യൻ എന്ന് പറയുന്ന ഒരു പത്രം ആരംഭിക്കുന്നത്. അപ്പൊ ഈ പത്രത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ, കാരണം പേര് ഫേമസ് ആണ്. ആരാണ് കൊണ്ടുവന്നുള്ളത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, ഉപ്പും സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ എന്നിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 1921 ഇദ്ദേഹം മിശ്രഭോജനം കണ്ടെത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ ഇപ്പൊ തന്നെ നമ്മൾ ഒരു 5-6 ആൾക്കാർ പേര് ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടുതൽ മിശ്രഭോജനം വീണ്ടും കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തി. തൃശ്ശൂരിൽ ജവഹർ ബാലഭവനും ആരംഭിക്കുന്ന ഇദ്ദേഹമാണ്. ഓക്കെ, ജവഹർ ബാലഭവൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ബാലഭവൻ ആരംഭിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത വ്യക്തിയാണ് TR കൃഷ്ണസ്വാമി അയ്യർ. അയ്യരാണ്, ബ്രാഹ്മണനാണ്, മുമ്പത്തും ബ്രാഹ്മണനാണ്. പക്ഷെ ഇവരൊക്കെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് കൂടിയാണ്. 1890 മുതൽ 1935 വരെ പാലക്കാടാണ് സ്വദേശം, ചേലക്കര പ്രദേശത്ത്. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കി നിങ്ങൾ. 1923 KPCCയുടെ ആഭിമുഖ്യത്തിൽ കേളപ്പനോടൊപ്പം മിശ്രഭോജനത്തിന് നേതൃത്വം നൽകി ഇദ്ദേഹം. അപ്പൊ നോക്കിക്കേ, ഇവരൊക്കെ മിശ്രഭോജനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. പാലക്കാട് നിന്ന് പയ്യന്നൂർക്ക് ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അത് നമ്മൾ ഈ സാൾട്ട് സത്യാഗ്രഹം ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക് പറയുന്ന സമയത്ത് പറയുന്ന ഒരു വ്യക്തിയാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലോട്ട് കാൽനടയായിട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. 1923 തന്നെ ഹരിജൻ വിദ്യാർത്ഥികൾക്കായി, ദളിതർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അകത്തേത്തറ എന്ന് പറയുന്ന പ്രദേശത്ത് ശബരി ആശ്രമം കൊണ്ടുവരുന്നുണ്ട്. ഈ ശബരി ആശ്രമം കേരളത്തിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആശ്രമമാണ്. ഗാന്ധി വന്നിട്ടൊക്കെയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ സബർമതി എന്ന പേരിൽ അദ്ദേഹത്തെ ആ ഒരു ആശ്രമത്തെ ഗാന്ധി വിശേഷിപ്പിക്കുന്നുണ്ട്. 1925, 26, 34 സമയത്ത് കേരളത്തിലോട്ട് ഗാന്ധി വന്നപ്പോൾ ഗാന്ധി വിസിറ്റ് ചെയ്ത ഏക ഒരു പ്രധാനപ്പെട്ട ആശ്രമം ഇതാണ്. ഓക്കെ, പിന്നെ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ മാതൃകയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷ്ണസ്വാമി അയ്യർ തുടങ്ങിയതാണ് എന്ത്, യുവഭാരതം, യങ് ഇന്ത്യ, യുവഭാരതം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കുക. അപ്പൊ തികഞ്ഞും ഒരു ഗാന്ധിയൻ ഫോളോവർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്, TR കൃഷ്ണസ്വാമി അയ്യർ എന്നുള്ള രീതിയിൽ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫൈൻ. സോ ഇവർ രണ്ടുപേരും പൊളിറ്റിക്കലി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്, അതേസമയത്ത് ഇടയ്ക്ക് സോഷ്യൽ റിഫോർമേറ്റീവ് ലീഡേഴ്സിന്റെ കാര്യങ്ങളായിട്ടും പറയുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് സ്വാമി ആനന്ദ തീർത്ഥനെ കുറിച്ചും രണ്ട് MC ജോസഫിനെ കുറിച്ചും. MC ജോസഫ് വളരെ സിമ്പിൾ, ഒറ്റ വാക്ക് പഠിക്കാനുള്ളൂ, ദ ഗ്രേറ്റ് എത്തിസ്റ്റ്. എത്തിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന രൂപത്തിലോട്ട് ഒന്ന് പറയാനേ ഉള്ളൂ ആര്, MC ജോസഫിനെ കുറിച്ച്. അപ്പൊ ഓരോരുത്തരുടെ നേച്ചർ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും പലപ്പോഴായിട്ട്. ആ രീതിയിലുള്ള അപ്രോച്ച് ഒന്ന് ശ്രദ്ധിക്കുക. 1905 മുതൽ 87 വരെയാണ് സ്വാമി ആനന്ദ തീർത്ഥം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ആനന്ദ ഷെനോയ് എന്നാണ് യഥാർത്ഥ പേര്. അദ്ദേഹം ഒരു ഗൗഡ സരസ്വതി ബ്രാഹ്മണനാണ്, ഫ്രം കണ്ണൂർ, തലശ്ശേരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അദ്ദേഹം തലശ്ശേരി നരസിംഹ ടെമ്പിളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി പെട്ടുള്ള വ്യക്തിയാണ്.
അദ്ദേഹത്തിന് ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്ന നാമം വരുന്നത് ശിവഗിരിയിലെ ശാരദ മഠത്ത് വെച്ചിട്ടാണ്, ശാരദ ടെമ്പിളിൽ വെച്ചിട്ടാണ് 1928 ശ്രീനാരായണഗുരുവുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. കാസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാമി ആനന്ദ തീർത്ഥത്തിൽ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, അദ്ദേഹം ഹി എൻറ്റർഡ് ടെമ്പിൾ വിത്ത് ഹരിജൻസ്. അമ്പലത്തിലോട്ട് ദളിതരെയും കൂട്ടി കയറി ചെന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ കുളങ്ങളുണ്ടല്ലോ, അമ്പലക്കുളം, അതില് കുളിക്കുന്നൊക്കെ ഉണ്ട് കാസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. കുളങ്ങൾ ശുദ്ധിയാക്കാനുള്ളതാണ് വെള്ളങ്ങൾ. അത് നമ്മൾ ജാതിയുടെ പേരിൽ അശുദ്ധിയാകുമെന്ന് പറയല്ലേ ചെയ്യേണ്ടത്. ഈ എസ്റ്റാബ്ലിഷ്ഡ് ശ്രീനാരായണ സ്കൂൾ ഇൻ പയ്യന്നൂർ. പയ്യന്നൂരിൽ ശ്രീനാരായണ സ്കൂൾ ആരംഭിക്കുന്നുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ത്രൂ ഹിസ് ജാതി നാശിനി സഭ. ഇത് പഠിച്ചു വെക്കുക. ഈ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, PSC ചോദിക്കുന്നതാണ്. 1933 ജാതിനാശിനി സഭ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് എങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ജാതിനാശിനി സഭ എന്ന് പറയുന്ന ഒന്ന്, അദ്ദേഹത്തിന്റെ നേച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. തൃപ്പൂണിത്തറക്കാരനായിട്ടുള്ള MC ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, ഈ നോണസ് മാർപ്പാപ്പ ഓഫ് എത്തിസ്റ്റ്, എത്തിസ്റ്റുമാരുടെ മാർപ്പാപ്പ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ആര്, MC ജോസഫ് എന്ന് അറിഞ്ഞിരിക്കുക. പുരോഗതി, യുക്തി പ്രസ്ഥാനം, ചിന്താ വിപ്ലവം, നാസ്തിക ചിന്ത, കുട്ടിച്ചാത്തൻ, പ്രബോധനം, ആശയ സമര, ഇങ്ങനത്തെ ചില വർക്കുകളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. 1967 ഈ ബിക്കെയിം ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടെ ആയിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ റിഫോർമേഷൻ എന്ന് പറയുന്നത് മതങ്ങൾ ഉണ്ടായിക്കൊണ്ട് മാത്രം ആകണമെന്നില്ല, അത് മതമില്ലാതെയും ആകാം എന്നുള്ളതാണ് MC ജോസഫ്, കൊയ്ഗൽ യോഹന്നാൻ, പല ആൾക്കാരും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മതത്തിലൂടെയും നല്ല രീതിയിൽ പോസിബിൾ ആകുന്നുള്ളത് മതത്തിന്റെ ഉയർന്ന ലീഡേഴ്സ് തീരുമാനിക്കുമ്പോൾ നടപ്പിലാകുന്നതും നമ്മൾ കണ്ടു. അതല്ല പൊളിറ്റിക്കൽ പരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഗായ്സ്, യുവർ ഡ്യൂട്ടി ഇസ് ദാറ്റ്, ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ നോട്ട്സ് വെച്ചിട്ട് മാക്സിമം റിവിഷൻ നടത്തി കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരൊറ്റ PPT, ഈ ഒരൊറ്റ 5 പേജുള്ള ഷീറ്റിൽ നിന്ന് കിട്ടുന്നുള്ള. ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരൊക്കെ പ്രിന്റ് എടുക്കാനോ എഴുതി പഠിക്കാനോ ഒക്കെ ശ്രമിക്കാം. ഫൈൻ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ.